വെള്ളയപ്പത്തോടൊപ്പം കഴിക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ പെപ്പർ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ വായോ. ആദ്യം തന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യണം. അതിന് 1.5 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചിക്കനോടൊപ്പം കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പാകത്തിന് ഉപ്പും ചേർത്ത് അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ വറുക്കുന്നത്. ഇവിടെ ഞാൻ 2 സെറ്റായിട്ടാണ് ഇത് വറുത്ത് കോരുന്നത്. ഒരു ഡീപ്പ് ഫ്രൈ ആവുന്നതിന് മുന്നമേ നമുക്കത് കോരി മാറ്റാം. അതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് വറുക്കാം. 4 സവാള, 3 പച്ചമുളക്, 2 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. സവാള നന്നായിട്ട് മൂത്ത് വരണ്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഇൻഗ്രീഡിയൻസിനൊക്കെ നമ്മളൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. തക്കാളി വെന്ത് പാകമായി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിന് വേണ്ട മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. മസാലയുടെ പച്ചമണം എല്ലാം മാറി വെന്ത് നല്ലൊരു റോസ്റ്റ് ആകുമ്പോഴത്തേന് നമ്മളതിനകത്ത് വെള്ളം ആഡ് ചെയ്യും. എന്നിട്ട് നമ്മളതിങ്ങനെ ഇളക്കി കൊടുക്കും, ഇളക്കി യോജിപ്പിക്കും. എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചിക്കൻ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ മസാലയെല്ലാം പരണ്ട് നന്നായിട്ട് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ ചിക്കൻ പെപ്പർ റോസ്റ്റ് തയ്യാറായി.